വിഴിഞ്ഞം തുറമുഖത്ത് 999 കപ്പലുകളായിരുന്നു ഇതുവരെ വന്നിരുന്നത്. 1000ാമത്തെ കപ്പൽ ഇപ്പോൾ ബർത്ത് ചെയ്യുകയാണ്. അതൊരു അപൂർവ നേട്ടമാണ്. അതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. വിഴിഞ്ഞം തുറമുഖത്തെ സംബന്ധിച്ച് വലിയ പ്രതീക്ഷകളാണ് നമുക്കുള്ളത്. ആ പ്രതീക്ഷ കൂട്ടുന്ന ഒരു ദിവസമാണ് ഇന്ന്. 1000ാമത്തെ കപ്പൽ അവിടുത്തെ ബർത്ത് ചെയ്യാനുള്ള നീക്കമാണ് നടക്കുന്നത്. ഡാൻ കുര്യൻ അവിടെ നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. ഡാൻ, 2 വർഷത്തിനിടെയാണ് ഈ അപൂർവ നേട്ടം വിഴിഞ്ഞത്തിന് സ്വന്തമാകാൻ പോകുന്നത്. നമ്മുടെ പ്രതീക്ഷകൾക്ക് ആക്കം കൂട്ടുന്നതാണ് ഇന്നത്തെ ഈ അപൂർവ നേട്ടം. എന്താണ് അവിടെ നിന്നുമുള്ള വിവരങ്ങൾ? 2024 ജൂലൈ 11-നാണ് വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തേക്ക്, കേരളത്തിന്റെ സ്വപ്ന തുറമുഖത്തേക്ക് സാൻ ഫെർണാണ്ടോ എന്ന ആദ്യ വാണിജ്യ കപ്പൽ എത്തുന്നത്. അതിന് പിന്നാലെ 2024 ഡിസംബർ 3-ന് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിഴിഞ്ഞത്ത് എത്തിയാണ് ഈ വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖം ഔദ്യോഗികമായി കമ്മീഷൻ ചെയ്തുകൊണ്ട് തുറന്നു കൊടുക്കുന്നത്. പിന്നീട് 1.5 വർഷത്തിനിടെ ഏതാണ്ട് 20 ലക്ഷം TEU കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്യുന്ന ദക്ഷിണേഷ്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വാണിജ്യ തുറമുഖങ്ങളിൽ ഒന്നായി വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖം മാറി എന്നതാണ് ശ്രദ്ധേയമായിട്ടുള്ള നേട്ടം. അതിന് പിന്നാലെയാണ് 1000ാമത്തെ കപ്പൽ MSC ലൂസിയാന ഇപ്പോൾ വിഴിഞ്ഞം തുറമുഖത്തിന്റെ ബർത്തിലേക്ക് അടുക്കുന്നത്. ഇപ്പോൾ ഒരു ചരിത്ര നിമിഷമാണ്. വാട്ടർ സല്യൂട്ട് നൽകിക്കൊണ്ട് 1000ാമത്തെ കപ്പൽ MSC ലൂസിയാനക്കടുത്തേക്ക് വിഴിഞ്ഞം തുറമുഖത്ത് വാട്ടർ സല്യൂട്ട് നൽകിക്കൊണ്ട് തുറമുഖത്തിന്റെ ബർത്തിലേക്ക് അതിനെ സ്വീകരിച്ചുകൊണ്ട് ആനയിച്ചു വരുന്ന കാഴ്ചയാണ് കാണുന്നത്. ചരിത്ര നിമിഷമെന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ലോകത്തെ പ്രധാനപ്പെട്ട തുറമുഖങ്ങളുടെ കിടപിടിക്കുന്ന തരത്തിലേക്ക് കേരളത്തിന്റെ ഇങ്ങേയറ്റത്തുള്ള വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖം മാറുന്നുവെന്ന് പറയുമ്പോൾ രാജ്യത്തിന്റെയും കേരളത്തിന്റെയും വാണിജ്യ പ്രതീക്ഷകൾക്ക് അത് നൽകുന്ന സ്വപ്നങ്ങൾ അല്ലെങ്കിൽ അത് നൽകുന്ന പ്രതീക്ഷകൾ ചെറുതല്ല. ഒരു ചരിത്ര നേട്ടമെന്ന് തന്നെ വിശേഷിപ്പിക്കേണ്ടി വരും. കാരണം സിംഗപ്പൂരിലും അതോടൊപ്പം ചൈനയിലും ദുബായിലും ശ്രീലങ്കയിലുമൊക്കെ പ്രധാനപ്പെട്ട തുറമുഖങ്ങൾ കൈകാര്യം ചെയ്യുന്ന അപൂർവ നേട്ടങ്ങളുടെ പട്ടികയിലേക്കാണ് വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖവും എത്തുന്നത് എന്നതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. 1.5 വർഷം മാത്രമാണ് വാണിജ്യ അടിസ്ഥാനത്തിൽ ഇവിടെ പ്രവർത്തനം ആരംഭിച്ചിട്ട് ബാക്കിയാകുന്നത്. ആ 1.5 വർഷത്തിനിടയിലാണ് ഈ 20 ലക്ഷം TEU കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്യുന്ന തരത്തിലേക്ക് വിഴിഞ്ഞം തുറമുഖം മാറുകയും ചെയ്യുന്നത്. അവിടേക്കാണ് ഇപ്പോൾ 1000ാമത്തെ കപ്പൽ മുണ്ട്ര പോർട്ടിൽ നിന്ന് വിഴിഞ്ഞം തീരത്തേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ 3 കിലോമീറ്റർ നീളമുള്ള ബ്രേക്ക് വാട്ടറിന് അരികിലൂടെ ഇപ്പോൾ ആ കപ്പൽ ബർത്തിന് സമീപത്തേക്ക് എത്തും. അതിനെ ഔദ്യോഗികമായി തുറമുഖത്ത് വാട്ടർ സല്യൂട്ട് നൽകിക്കൊണ്ട് സ്വീകരിച്ചിരിക്കുകയാണ്. അല്പസമയത്തിനകം കപ്പൽ ബർത്തിലേക്ക് അടുക്കും. ഏവരും ആകാംക്ഷയോടെ കാത്തിരുന്ന ഒരു കാഴ്ച. തിരുവനന്തപുരത്തിന്റെ സ്വപ്നം, കേരളത്തിന്റെ സ്വപ്നം, കേരളത്തിന്റെ വികസന കുതിപ്പിന് നിർണായകമായ ആക്കം കൂട്ടിയ ഒരു വളർച്ച തന്നെയാണ് വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തിന്റെ കമ്മീഷനിങ്ങിലൂടെ ഉണ്ടായത്. വാണിജ്യാടിസ്ഥാനത്തിൽ പ്രവർത്തനം നടത്തി തുടങ്ങിയ 1.5 വർഷം പിന്നിടുമ്പോൾ ജലമാർഗമുള്ള കണ്ടെയ്നർ നീക്കമാണ്, ചരക്ക് നീക്കമാണ് കൂടുതലായി നടന്നതെങ്കിൽ പുതിയ ബജറ്റിൽ നമുക്കറിയാം വിഴിഞ്ഞത്തെ രാജ്യത്തെ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ തുറമുഖങ്ങളിലൊന്നായി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ കരമാർഗമുള്ള റെയിൽ മാർഗം, കരമാർഗമൊക്കെയുള്ള കണ്ടെയ്നർ നീക്കത്തിന് വേണ്ട പ്രാഥമികമായ പ്രവർത്തനങ്ങൾക്ക് കൂടി തുടക്കം കുറിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട നിർണായകമായ പ്രഖ്യാപനങ്ങളൊക്കെ ബജറ്റിൽ ഉണ്ടായിട്ടുമുണ്ട്. എന്തായാലും ചരിത്ര നിമിഷത്തിന് കേരളം സാക്ഷ്യം വഹിക്കുന്നു, വിഴിഞ്ഞം സാക്ഷ്യം വഹിക്കുന്നു. രാജ്യത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തുറമുഖമായി വാണിജ്യാടിസ്ഥാനത്തിൽ ഈ വിഴിഞ്ഞം മാറുന്നു എന്നതിന്റെ കൃത്യമായ ഒരു ഉദാഹരണം കൂടിയായി മാറുകയാണ്. ഈ ചുരുങ്ങിയ കാലഘട്ടത്തിനുള്ളിൽ 1000 കപ്പലുകൾ ഈ തീരത്തേക്ക് അടുത്തു. ഇവിടെ ചരക്കിറക്കി, ഇവിടെ നിന്ന് ചരക്കുമായി മറ്റ് രാജ്യങ്ങളിലേക്കും മറ്റ് അനുബന്ധ തുറമുഖങ്ങളിലേക്കും ചെറു തുറമുഖങ്ങളിലേക്കും മാറി എന്നത് ഇപ്പോൾ നടക്കുന്നത്. ഈ കപ്പൽ ബർത്തിലേക്ക് അടുക്കാൻ കഴിയുന്ന തരത്തിൽ ടഗ് ബോട്ടുകളുടെ സഹായത്തോടെ 3 ടഗ് ബോട്ടുകൾ 3 വശങ്ങളിലായി നിന്നുകൊണ്ടാണ് ഇപ്പോൾ ഈ കപ്പൽ ബർത്തിലേക്ക് അടുപ്പിക്കുന്നതിനുള്ള നീക്കം നടക്കുന്നത്. അതിനുശേഷമായിരിക്കും കപ്പലിൽ നിന്ന് ചരക്ക് ഇറക്കുക. അതുമായി ബന്ധപ്പെട്ട 1000ാമത്തെ കപ്പലാണ് എത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ വാട്ടർ സല്യൂട്ട് നൽകിക്കൊണ്ട് അതിനെ സ്വീകരിക്കുന്നത്. ഇരുമ്പ് വടം കപ്പലിൽ നിന്ന് ടഗ് ബോട്ടുകളിലേക്ക് ഘടിപ്പിച്ച് പിന്നീട് ആ ടഗ് ബോട്ടുകളുടെ സഹായത്തോടെയായിരിക്കും ഈ കപ്പൽ ഇപ്പോൾ തീരത്തേക്ക് അടുപ്പിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ഏതാനും മിനിറ്റുകൾ
മിനിറ്റുകൾക്കകം തന്നെ ബർത്തിലേക്ക് ഈ കപ്പലെടുക്കും. ഇപ്പോൾ MSC എന്ന് എഴുതിയിരിക്കുന്ന ആ ഭാഗം തിരിഞ്ഞ് ആ കപ്പൽ ഇപ്പോൾ ബർത്തിലേക്ക് അടുപ്പിക്കാൻ കഴിയുന്ന തരത്തിൽ ഈ 3 കിലോമീറ്റർ നീളമുള്ള ബ്രേക്ക് വാട്ടറിനുള്ളിൽ പ്രവേശിപ്പിച്ചാണ് ടഗ് ബോട്ടിൽ നിന്ന് ഈ ബർത്തിലേക്ക് അടുപ്പിക്കുന്ന നടപടികൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഡാൻ കുര്യൻ സൂചിപ്പിച്ചതുപോലെ ഒരു ചരിത്ര നിമിഷമാണ്. 1000 കപ്പൽ എന്ന നേട്ടം വിഴിഞ്ഞത്തിന് സ്വന്തമാവുകയാണ്. MSC ലൂസിയാനയെ വലിയ വരവേൽപ്പോടുകൂടി തുറമുഖത്തേക്ക് സ്വീകരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. വാട്ടർ സല്യൂട്ടോടുകൂടി സ്വീകരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. 2024 ജൂലൈ 11 ആദ്യ കപ്പൽ സാൻ ഫ്രാൻസിസ്കോ വിഴിഞ്ഞത്ത് എത്തുന്നത്. അതിനുശേഷം ഡിസംബറിലാണ് പിന്നീട് വാണിജ്യ പ്രവർത്തനം തുറമുഖത്ത് ആരംഭിക്കുന്നത്. അങ്ങനെ നോക്കിയാൽ ഏതാണ്ട് 1.5 വർഷം കൊണ്ടാണ് വലിയ നേട്ടം വിഴിഞ്ഞത്തിന് സ്വന്തമാകുന്നത്. ആ രീതിയിൽ നമ്മുടെ പ്രതീക്ഷകൾക്ക് കൂടുതൽ ചിറക് മുളപ്പിക്കുന്ന അല്ലെങ്കിൽ ആ പ്രതീക്ഷകളെ കൂടുതൽ ഉയർത്തുന്ന തരത്തിലാണ് ഈ തുറമുഖത്തിൻ്റെ ഈ ചെറിയ കാലയളവിലുള്ള പ്രവർത്തനം പോലും നടക്കുന്നത്. എന്തായാലും MSC ലൂസിയാന തുറമുഖത്തേക്ക് അടുക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഡാൻ, ഇതൊരു ചരിത്ര നിമിഷമാണ്. വാട്ടർ സല്യൂട്ട് നൽകി സ്വീകരിക്കുന്നത് നമ്മൾ കണ്ടു. അതിനപ്പുറം വിശിഷ്ട വ്യക്തികളുടെ സാന്നിധ്യമോ അല്ലെങ്കിൽ ചടങ്ങുകളോ വിഴിഞ്ഞത്ത് ഉണ്ടോ, തുറമുഖത്തുണ്ടോ? എങ്ങനെയാണ് ഈ നേട്ടം അടയാളപ്പെടുത്തുന്നത്? ഔദ്യോഗികമായ ചടങ്ങുകളൊന്നുമില്ല. പക്ഷേ ഇവിടെ എടുത്തു പറയേണ്ട കാര്യം അൾട്രാ ലാർജ് കണ്ടെയ്നർ കപ്പലുകൾ അടക്കം അതായത് MSC ഐറിന് ലോകത്തിലെ ഏറ്റവും വലിയ കപ്പലായ വാണിജ്യ കപ്പലായ MSC ഐറിന് ഉൾപ്പെടെ ഏതാണ്ട് 70ഓളം കപ്പലുകൾ ഇതിനു മുമ്പ് ഈ ബർത്തിൽ അടുത്തിട്ടുണ്ട്. അവിടെ തന്നെ ഈ നിർണായകമായ ഒരു നേട്ടത്തിലേക്ക് കടക്കുമ്പോൾ ഇവിടെ വന്നവയിൽ ബഹുഭൂരിപക്ഷവും മദർഷിപ്പുകൾ തന്നെ ആയിരുന്നു എന്നതാണ് ഈ തുറമുഖത്തിന്റെ സ്വാഭാവിക ആഴം. 22 മീറ്റർ സ്വാഭാവിക ആഴം എന്ന് പറയുന്നത് മദർഷിപ്പുകൾക്ക് സുഗമമായി വിഴിഞ്ഞം തുറമുഖത്തേക്ക് അടുക്കാനുള്ള ഒരു സാഹചര്യം അത് ഒരുക്കുന്നു എന്നത് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. നമുക്കറിയാം, ഈ തുറമുഖത്ത് നിന്ന് രാജ്യാന്തര കപ്പൽ ചാലിലേക്ക് ഏതാണ്ട് 12 നോട്ടിക്കൽ മൈൽ മാത്രമാണ് ദൂരം. അത് തന്നെയാണ് വിഴിഞ്ഞത്തിന്റെ സാധ്യതകൾ വർദ്ധിപ്പിച്ചത്. ഈ 12 നോട്ടിക്കൽ മൈൽ ദൂരമുള്ള രാജ്യാന്തര കപ്പൽ ചാലിലൂടെ ഒരു ദിവസം ഏതാണ്ട് 200ഓളം കപ്പലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. അവിടെ നിന്ന് വളരെ പെട്ടെന്ന് കപ്പലുകൾക്ക് വിഴിഞ്ഞം തുറമുഖത്തേക്ക് ചരക്കിറക്കാനായി എത്താൻ കഴിയുന്നു എന്നതാണ് അതിന്റെ പ്രത്യേകത, അതിന്റെ സവിശേഷത. അവിടെ അങ്ങനെയൊരു സ്ഥലത്തേക്കാണ് ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഈ 1000 കപ്പലുകൾ എത്തുന്നു എന്നത് അതിന്റെ ഏറ്റവും സവിശേഷമായ നേട്ടമായി മാറുന്നു. ഇപ്പോൾ നമുക്കറിയാം, MSC ലൂസിയാന പനാമ എന്ന് എഴുതിയിരിക്കുന്ന ഭാഗം, അതായത് വെർട്ടിക്കലായി കിടന്ന ആ കപ്പൽ ഇപ്പോൾ മറ്റ് ഒരു ബർത്തിനടുത്തേക്കുള്ള ദിശയിൽ ചെരുങ്ങി അതിനെ ടഗ് ബോട്ടുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന ഇരുമ്പ് വടങ്ങൾ ഉപയോഗിച്ച് അതിനെ ബർത്തിലേക്ക് അടുപ്പിക്കുന്ന വളരെ സുന്ദരമായ, മനോഹരമായ, അപൂർവമായ ഒരു കാഴ്ചയ്ക്ക് വിഴിഞ്ഞം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു തുടക്കമാണ്, ഇതൊരു അവസാനമല്ല, ഇതൊരു തുടക്കമാണ്. ഈ തുടക്കം കേരളത്തിന്റെ വലിയ പ്രതീക്ഷകൾക്ക് നൽകുന്ന ആക്കം ചെറുതല്ല. അങ്ങനെയൊരു സ്ഥലത്തേക്ക് മദർഷിപ്പുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട MSCയുടെ മദർഷിപ്പുകളിൽ ഒന്നായ ലൂസിയാന വിഴിഞ്ഞം ബർത്തിലേക്ക് അടുക്കുകയാണ്. ടഗ് ബോട്ടുകൾ ഏത് തരത്തിലാണ് ഈ മദർഷിപ്പിനെ തുറമുഖത്തിന്റെയും ബർത്തിലേക്ക് അടുപ്പിക്കുന്നത് എന്നതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, മുണ്ട്ര പോർട്ടിൽ നിന്നാണ്, ശ്രീലങ്കയിൽ നിന്നാണ് ആദ്യം എത്തിയത്. അവിടെ നിന്ന് മുണ്ട്ര പോർട്ടിലെത്തി. മുണ്ട്രയിൽ നിന്ന് ഇപ്പോൾ കണ്ടെയ്നറുകളുമായി MSC ലൂസിയാന വിഴിഞ്ഞം തുറമുഖത്തിന്റെ ബർത്തിലേക്ക് അടുപ്പിക്കുന്ന സുന്ദരമായ കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതാനും മിനിറ്റുകൾ കൂടി എത്തും. 3 കിലോമീറ്റർ നീളമുള്ള ഈ പുലിമുട്ടിന്റെ ഉള്ളിൽ നിന്ന്, അതായത് ബ്രേക്ക് വാട്ടറിനുള്ളിൽ നിന്ന് ഇപ്പോൾ ഈ കപ്പൽ വളരെ സാവധാനത്തിൽ ടഗ് ബോട്ടുകളുടെ സഹായത്തോടെ ബർത്തിലേക്ക് അടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. വലിയ പ്രത്യേകതയും വലിയ കപ്പലുകൾക്ക് പോലും അടുക്കാൻ കഴിയും എന്നതായിരുന്നു. അതിന്റെ ദൃശ്യങ്ങൾ തന്നെയാണ് നമ്മൾ കാണുന്നത്. MSC ലൂസിയാന എന്ന ലോകത്ത് തന്നെ വലിയ കപ്പലുകളിൽ ഒന്നാണ് 1000 കപ്പലുകൾ എന്ന നേട്ടം തികയ്ക്കുന്ന ഈ സമയത്ത് വിഴിഞ്ഞത്ത് എത്തിയിരിക്കുന്നത്. നേരത്തെയും വമ്പൻ കപ്പലുകൾ വിഴിഞ്ഞം തീരം അടഞ്ഞിരുന്നു. വലിയ വാർത്തകളായിരുന്നു. രാജ്യത്ത് തന്നെ ഇതുവരെ അടുക്കാത്ത കപ്പലുകൾ പോലും വിഴിഞ്ഞത്തെത്തി എന്നതാണ് ഈ ചുരുങ്ങിയ കാലത്തിനുള്ളിൽ തന്നെ വിഴിഞ്ഞത്തിൻ്റെ നേട്ടം. ദക്ഷിണേന്ത്യയിൽ തന്നെ ഏറ്റവും ചരക്ക് നീക്കത്തിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന തുറമുഖമായി വിഴിഞ്ഞത്തിന് ഈ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ മാറാൻ കഴിഞ്ഞിരിക്കുന്നു. ഇതൊക്കെ വലിയ നേട്ടമാണ്. വലിയ കപ്പലുകൾ വിഴിഞ്ഞത്തെത്തുന്നു. കഴിഞ്ഞ ഒരു വർഷം
ഒരു വർഷം മാത്രമാവുകയാണ് ഐറിന എന്ന വലിയ കപ്പൽ വിഴിഞ്ഞത്ത് എത്തിയിട്ട്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ 1000 കപ്പൽ എന്ന നേട്ടം കൂടി വിഴിഞ്ഞം സ്വന്തമാക്കുന്നത്. ആ രീതിയിൽ അഭിമാനിക്കാൻ കഴിയുന്ന നേട്ടമാണ്. വിഴിഞ്ഞം ബജറ്റിൽ ഉൾപ്പെടെ വലിയ പദ്ധതികളാണ് വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട് ആവിഷ്കരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒപ്പം റോഡിലൂടെയുള്ള ചരക്ക് നീക്കങ്ങൾ സുഗമമാക്കുന്നതിനുള്ള നടപടികളിലേക്ക് കൂടി കടക്കുകയാണ്. ഒപ്പം തുറമുഖത്തിന്റെ 2ാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങളും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ സംസ്ഥാനത്തെ സംബന്ധിച്ച് വലിയ പ്രതീക്ഷകൾ നൽകുന്നതാണ്.